8 മാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആൾക്ക് 10 മാർക്ക് കിട്ടി. അപ്പോൾ എത്രയാണ് വർദ്ധനവ്? 25% വർദ്ധനവ്. ഇതുപോലത്തെ കണക്കാണ് ആ കാലഘട്ടത്തിൽ നിന്നുണ്ടായൊരു വ്യത്യാസം. അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ച, UDFന്റെ കാലത്ത് 300 സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നുള്ളത്. എന്നാണ് കേരളത്തിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്? 2015 ആയപ്പോഴാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഈ സംവിധാനം ആരംഭിച്ചത്. ആ 1 കൊല്ലത്തിനകം ഉണ്ടായ കമ്പനിയാണ് അത്രയും. ഈ 8 കൊല്ലത്തിനകം ഉണ്ടായതാണ് ഇത്. എന്നിട്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കമ്പാരിസൺ പോലും ഇല്ല. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ 1. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല, ഇപ്പോൾ സമ്മതിച്ചല്ലോ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല എന്ന്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഇല്ല. ആ ഇൻഡിക്കേറ്റർ നിർത്തലാക്കി. ഇത്രയും നാൾ പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനം എന്നല്ലേ, ഇപ്പം സമ്മതിച്ചല്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല. പിന്നെ കേരളത്തിൻ്റെ അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള മറുപടി നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ. അല്ലല്ല, അതിപ്പം നമുക്ക് ഞാൻ അതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം നമ്മളെക്കാൾ മീതെയുള്ള ഒരാളാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യേണ്ടത് ദേശീയ നേതൃത്വമാണ്. അദ്ദേഹത്തിന് അതവർ സംസാരിക്കുമെന്നാണ് ഞാൻ കേട്ടത്. അവർ തമ്മിൽ ഒറ്റയ്ക്കല്ല സംസാരിച്ചത്. എനിക്കറിയില്ല എന്താ സംസാരിച്ചത്. അവർ പറഞ്ഞല്ലോ, അവർ 1 to 1 ആണ് സംസാരിച്ചത്. ഞാൻ രാഹുൽ ഗാന്ധിയെ വിളിച്ച് ചോദിക്കാമോ എനിക്ക് എന്താണ് ശശി തരൂർ പറഞ്ഞതെന്ന്? അതിനതൊരു ഇംപ്രോപ്പറേറ്റി അല്ലേ? ശശി തരൂരോട് ചോദിക്കാമോ എനിക്ക് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാലും ശശി തരൂരിനെതിരായിട്ട് ഒരു വാക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. നിങ്ങളെ വായിലെ വെള്ളം പറ്റിക്കാന്നല്ലാതെ എൻ്റെ നാവിൽ നിന്ന് ഒരു വാക്ക്. അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഞാൻ അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അത് ഇവര് ചോദിച്ച അതേ ചോദ്യം സനകൻ കൗശലം ഉപയോഗിച്ച് വേറൊരു ചോദ്യം ചോദിച്ചിട്ട് എൻ്റെ മറുപടി വിചാരിക്കുകയാണ്. അതൊക്കെ ശരി, അതൊന്നും ഇതിനൊന്നും ബാധിക്കില്ല. ഞങ്ങൾക്കൊരു പ്രൊപ്പഗാൻഡ ഇതുണ്ട്, രീതിയുണ്ട്, ക്യാമ്പയിൻ ഉണ്ട്. ഞങ്ങളെടുത്ത നിലപാട് നിങ്ങൾ നോക്ക്. നാളെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുക, ഞങ്ങൾ അതിനകത്ത് പങ്കെടുക്കുകയാണ്. മറ്റത് എന്താ പറയുന്നത്? ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയപ്പോൾ കേരളത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നാണ് അന്നത്തെ പ്രതിപക്ഷം. ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കേരളത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു, കേരളം വിൽക്കാൻ വെച്ചിരിക്കുന്നു. ചന്ദ്രശേഖരൻ നാഥ് സ്റ്റേഡിയം വിൽക്കാൻ പോവാണ്. എന്തൊക്കെയാണ് അന്ന് പറഞ്ഞത്? ഞങ്ങളതാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാകണം. അത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ആഗ്രഹമല്ല, കേരളത്തിൻ്റെ ആഗ്രഹമാണ്. കേരളത്തിൽ വ്യവസായങ്ങൾ വരണം, സംരംഭങ്ങൾ ഉണ്ടാകണം, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, അവരിങ്ങനെ പുറത്തേക്ക് പോകരുത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം. ഞങ്ങൾ എന്ത് പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ്. ഞങ്ങൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയല്ലേ, ഞങ്ങൾക്കും ബഹിഷ്കരിക്കാൻ പാടില്ല. ഞങ്ങൾ ബഹിഷ്കരിച്ചത് എന്താ? നവകേരള സദസ്സ്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്നൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ. ആ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ കൂടെ ഞങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടോ? അത് മാത്രമേ അത് LDF ഒറ്റയ്ക്ക് നടത്തിക്കൊള്ളാൻ പറഞ്ഞത്. LDFൻ്റെ ക്യാമ്പയിനാണ്. ഞങ്ങളുടെ വിചാരണ സദസ്സ് വേറെ ഞങ്ങൾ നടത്തി. കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടി ഗവൺമെൻറ് നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ പിന്തുണയ്ക്കും. ഞങ്ങൾ പോസിറ്റീവാണ്. ഇവരാ അല്ലാതെ ഞങ്ങൾ LDFുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സമരത്തിന് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ ശേഷിയുണ്ട്. എന്തിനാ ഒരുമിച്ച് ചെയ്യണത്? ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെയാണ് ആ വിഷയം അവതരിപ്പിച്ചത്. സർക്കാർ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല കടൽ മണൽ ഖനനത്തെക്കുറിച്ച്. അതിൻ്റെ ഗുരുതരമായ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ തന്നെയാണ് നിയമസഭയിൽ ആ വിഷയം അവതരിപ്പിച്ചത്. അപ്പോൾ സർക്കാർ മറുപടി, കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനം എടുക്കേണ്ടത്. സെൻട്രൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരാതെ സംസ്ഥാന ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സബ്മിഷൻ കൊണ്ടുവന്നത്. അത് ഞങ്ങൾക്ക് ഉറച്ച നിലപാട്. ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സമരം ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങൾ തീരദേശ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാപ്പകൽ സമരം KPCCയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്, പദയാത്രകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ കടൽ മണൽ ഖനനത്തിനെതിരായിട്ടുള്ള സമരം UDFും ഇപ്പോൾ NK പ്രേമേന്ദ്രൻ നയിക്കുന്ന കാൽനട യാത്രയുണ്ട്. ഇതെല്ലാം UDFിൻ്റെ ഘടകകക്ഷികളും UDFും
എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് പരിപാടികൾ. അത് നീക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നിപ്പോൾ നടക്കാൻ ഞാനും പങ്കെടുക്കേണ്ട അതിനകത്ത് ഞങ്ങൾ പങ്കെടുക്കും. ഞാനാണ് മുഖ്യമന്ത്രിയോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത്, കത്തെഴുതി ആവശ്യപ്പെട്ടത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് UGC റെഗുലേഷനെതിരായിട്ട് നിയമസഭ പ്രമേയം പാസ്സാക്കി അയക്കണം. പ്രതിപക്ഷ നേതാവ് എന്നല്ല ഞാൻ ആവശ്യം. അതിനാണ് അത് കഴിഞ്ഞിട്ട് നിയമസഭ കൂടിയപ്പോൾ പ്രമേയം പാസ്സാക്കി അയച്ചു. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് UGC റെഗുലേഷനെതിരെയാണ്. അത് എതിരെ എന്നുള്ളത് ഗവർണർ പറയുമ്പോൾ എന്തിനാ മാറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ മാറ്റിയത്? എന്നാൽ പിന്നെ അനുകൂലം ഒന്ന് എഴുത്, എന്നാൽ പിന്നെ എനിക്ക് പോകാതിരിക്കും. ഞാൻ ആ മീറ്റിംഗ് പങ്കെടുക്കാതിരിക്കും. UGCക്ക് റെഗുലേഷൻ അനുകൂലമാണ് ഇന്ന് പരിപാടി നടക്കുന്നത്. എന്തിനാണ് എതിരെ എന്നുള്ള മാറ്റുന്നത്? എന്തിനാണ് ഇവരൊക്കെ വാളെടുക്കുമ്പോഴൊക്കെ പേടിക്കുന്നത്?